യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവൻ എന്റെ മകളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കിയതാണ്. പോലീസ് എന്താ പറയുന്നത്? ഒരു ലോറി കാറിന്മേൽ ഇടിച്ച് നിർത്താതെ പോയത് കണ്ടവരുണ്ട്. റോഡിന്റെ സൈഡിലുള്ള കൊക്കയിലേക്ക് കാർ അങ്ങനെ തന്നെ തലകുത്തി മറിയുകയായിരുന്നു. കുറെ താഴെ നിന്ന കാർ കിട്ടിയത്. മോളിരുന്ന ഭാഗത്ത് ഡോർ ഇളകി തെറിച്ചു പോയിരുന്നു. അർജുൻ മാത്രമേ സീറ്റിലുണ്ടായിരുന്നുള്ളൂ. ആ പ്രദേശം മുഴുവൻ പോലീസ് അരിച്ചു പറക്കിയതാണ്. അവളെ മാത്രം കാണാതെ പോകുമോ? എനിക്ക് തോന്നുന്നത് അവളെ കമ്മീഷണർ കസ്റ്റഡിയിലുണ്ടാവുന്ന അവളെ അയാളാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. നന്ദൻ ഉറപ്പാണത്? ഉറപ്പാ. അനന്തൻ ഞാൻ ചെയ്ത തെറ്റിന് അവൻ എന്റെ കുട്ടികളെ വേട്ടയാടാൻ നോക്കുക. പ്രിയെ കൊണ്ടെന്നെ വിളിച്ചു വരുത്തി ആക്രമിച്ചതും അവനാ. നന്ദ. അതെ ആനന്ദേ, എന്നെ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാനാ അവന്റെ ശ്രമം. ആ കത്തിമുന കൊണ്ട് എന്റെ ജീവൻ പോയില്ലെന്ന് വന്നപ്പോ അവൻ എന്റെ കുട്ടികളെ വെച്ച് കളിക്കാൻ തുടങ്ങിയിരിക്കുക. എന്റെ മോൾ, ഞാനിനി എന്ത് ചെയ്യുവാനെന്തേ? നന്ദ, അഖിലേ, വിഷമിക്കരുത്. നമുക്ക് പോവാം. നമുക്ക് പോയി പൂജയെ കണ്ടെത്താം. വാ അനന്തേട്ടാ, നമ്മളിപ്പോ വരാം. നിങ്ങളെങ്ങോട്ടാ? പൂജയിച്ച് അയാളെ കസ്റ്റഡി വെച്ചിരിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വാ വാ. നന്ദ, അമ്മേ, കരയാതമ്മേ. വല്ല അസുഖം വരും അമ്മേ. അമ്മേ, ഇങ്ങനെ കരയാതമ്മേ. അമ്മേ, അമ്മേ. എന്താ പറ്റി അമ്മേ? എന്താ പറ്റിയേ? എന്താ എല്ലാരും വല്ലാതിരിക്കുന്നെ? നന്ദേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മോളെ, എന്താ പറ്റിയേ? എന്താ എല്ലാരും വല്ലാതിരിക്കുന്നെ? എന്റെ മോളും എന്താ പറ്റിയെന്ന് അമ്മേ, കാര്യം എന്താന്ന് പറ. മാധുരി, 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 പറ എന്താ കാര്യമെന്ന്. എന്താ പറ്റിയെന്ന് പറ. എന്താ ആരും ഒന്നും പറയാത്തെ? സ്നേഹ, ദേ നീ എങ്കിലും ഒന്ന് പറ. എന്താ പറ്റിയെന്ന്. ടെൻഷൻ ആക്കല്ലേ വെറുതെ. അമ്മേ, അമ്മയെങ്കിലും ഒന്ന് പറ. അമ്മേ, എന്താ കാര്യം? മധു, നീ പറ. എന്താ കാര്യം? എന്താ കാര്യമെന്ന്. ചേച്ചി, നന്ദേട്ടനിപ്പോ ഫോണിൽ ആനന്ദേട്ടനെ വിളിച്ചിരുന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആശുപത്രിയിലോ? എന്തിന്? എന്താ കാര്യം? അർജുനും പൂജയും സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡന്റ് ആയി. ഈശ്വരാ, എനിക്കൊന്നും സഹിക്കാൻ വയ്യ. എന്റെ ദൈവമേ, കരയാതിരിക്കും. മധു, കാര്യം പറ. എന്നിട്ട് എന്തുണ്ടായി? അർജുനെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അജുവേട്ടന് കുഴപ്പമൊന്നുമില്ല.
പൂജമോളോ? പൂജമോക്ക് എന്താ പറ്റിയേ? പറ മധു, പൂജമോക്ക് എന്താ പറ്റിയേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയേ, എന്തെങ്കിലും ടെൻഷൻ ആക്കാതെ. പൂജിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. അയ്യോ. അപ്പൊ ആക്സിഡന്റ് നടന്ന സ്ഥലത്തുനിന്ന് അർജുനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പൂജ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവര് രണ്ടുപേരും ഒന്നിച്ചല്ലേ യാത്ര പോയത്? പിന്നെ പൂജ മോളെ എന്താ കാണാത്തത്? അവളെ എങ്ങനെയാ കാണാതെ പോയത്? വണ്ടി കൊക്കയുടെ താഴത്തേക്കാ മറിഞ്ഞു വീണത്. എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടോന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എനിക്കൊന്നും കേക്കണ്ട. എന്റെ പൂജ മോള്, പൂജ മോള്. ആന്റി, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ആന്റി ഒന്ന് സമാധാനപ്പെടും. എന്റെ പൂജ മോള്, എന്റെ പൂജ മോക്ക് എന്ത് പറ്റി? എന്റെ പൂജ മോക്ക് എന്താ പറ്റിയതമ്മേ? എന്റെ പൂജ മോക്ക് എന്ത് പറ്റിയെന്ന്? വേണോ? അടങ്ങിയിരിക്കട അവിടെ. ഒന്നും ഇല്ലേ? ഇവിടെ വച്ചേക്കുവായിരുന്നോ? ഇതിലൊന്നും ഇല്ലല്ലോടാ. കാശിട്ടൊന്നും കൊണ്ടു നടക്കാറില്ലേ? താൻ പോലീസാണോ? അത് കൊള്ളാലോ. ആരെ പറ്റിക്കാനാടോ ഈ ഉടായ്പ കാട്ടും കൊണ്ട് നടക്കുന്നത്? പോലീസാണെന്നോ? അയ്യാ, ഒരു പോലീസ് കള്ളം പറയുന്നോടാ. എടോ, തന്നെ വിറ്റ കള്ളത്തിന് എന്റെ കയ്യിലുണ്ട്. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ നാറി. ആരെ പറ്റിക്കാനാടാ ആ കാടും കൊണ്ട് നടക്കുന്നത്? അയ്യോ, വായിൽ തുണി തിരികിട്ട് ചോദിച്ച ഉത്തരം പറയാൻ കഴിയില്ലല്ലേ? അതുകൊണ്ട് അതങ്ങ് മാറ്റിത്തരാം. വേണോ? പക്ഷേ ഇവിടെ കിടന്ന് അലറി വിളിക്കരുത്. അലറി വിളിച്ചാലും ഇവിടെ ആരും കേൾക്കാനൊന്നുമില്ല. ഓന്നോ ഇല്ലെന്നോ? ഇല്ലേ? ഉവ്വ്.